നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകത്തിൽ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് താരങ്ങളെ റാഞ്ചാൻ നോക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് മിന്നും പ്രകടനം നടത്തുന്ന താരം കൂടിയാവുമ്പോൾ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗ്വായ് സൂപ്പർ താരം അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ വേണ്ടി FC ഗോവ ശ്രമം നടത്തി എന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാർക്കസ് മെർഹുലാവോ. അദ്ദേഹം പോയ ട്രാൻസ്ഫർ വിൻഡോയിലെ സീക്രട്ടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഡേ 7 7ാമത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ വമ്പൻ വെളിപ്പെടുത്തലാണിത്. അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ FC ഗോവ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ഓഫർ, വലിയ ഓഫർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഹോർഗെ പെരേര ഡയസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ ഈ രണ്ട് താരങ്ങളെ ഒരിക്കൽ കൂടി ഒരുമിപ്പിക്കുക. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് താരങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടത്തി FC ഗോവ എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മെർഹുലാവോ പുറത്തുവിടുന്ന വിവരം. എന്തായാലും ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. ഹോർഗെ പെരേര ഡയസ് ബംഗളൂരു FC എത്തി എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാർക്കസ് മെർഹുലാവോയുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: FC ഗോവ വളരെ സീരിയസ് ആയിട്ടുള്ള ഓഫറുകൾ അഡ്രിയാൻ ലൂണക്കും ഹോർഗെ പെരേര ഡയസിനും നൽകുകയുണ്ടായി. അവരെ ബ്ലാസ്റ്റേഴ്സിൽ അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാലമുണ്ടല്ലോ, അപ്പോൾ അതിനുശേഷം അവരെ റീയുണൈറ്റ് ചെയ്യുക എന്ന പ്രതീക്ഷയിലാണ് ആ നീക്കം നടത്തിയത്. ലൂണ ഗോവയുമായിട്ട് സംസാരിച്ച ശേഷം ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തീരുമാനിച്ചു. അതേസമയം ഗോവയുടെ ഓഫർ പിന്നീട് ബംഗളൂരു ലാസ്റ്റ് മിനിറ്റിൽ ഉയർത്തുന്ന ഒരു സംഭവവികാസം കൂടി ഉണ്ടായി. അതാണ് പിന്നെ ഹോർഗെ പെരേര ഡയസ് ബംഗളൂരിലേക്ക് പോയിട്ടുണ്ടാവുക. ഇതാണിപ്പം മാർക്കസ് മെർഹുലാവോയുടെ ഒരു വിശദീകരണം, ഒരു സീക്രട്ട് വെളിപ്പെടുത്തൽ. ഇതൊരു വമ്പൻ വെളിപ്പെടുത്തൽ തന്നെയാണ്. ലൂണയ്ക്ക് വേണ്ടി ഇപ്പോഴും ശ്രമങ്ങൾ നടന്നു, ഈ ട്രാൻസ്ഫർ വിൻഡോയിലും ശ്രമങ്ങൾ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.